എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എനിക്ക് അറിയാമല്ലോ. ഫിസിക്സിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 3-ാം തീയതിയാണ് ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന രീതിയിൽ ഓരോ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് 3-ാമത്തെ ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്റർ ഉണ്ട്. അതിനകത്തിലെ കാര്യങ്ങളാണ്. അതിനകത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തുടക്കത്തിൽ നമുക്ക് പ്രധാനമായി 3 തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ. ഒരു വസ്തു സ്ട്രൈറ്റ് ലൈനിൽ കൂടി മാത്രം സഞ്ചരിച്ചാൽ അതിനെ 1 ഡയമെൻഷണൽ മോഷൻ എന്നും, ഏതെങ്കിലും ഒരു പ്ലെയിനിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ 2 ഡയമെൻഷണൽ മോഷൻ എന്നും, സ്പേസിൽ കൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ 3 ഡയമെൻഷണൽ മോഷൻ എന്നും നമ്മൾ പഠിച്ചു അല്ലേ. സ്ട്രൈറ്റ് റോഡ് കാറ് പോകുന്നു, അല്ലെങ്കിൽ ട്രാക്കിൽ കൂടി ട്രെയിൻ പോകുന്നു, ഇതൊക്കെ 1 ഡയമെൻഷണൽ മോഷനാണ്. അതുപോലെ തടാകത്തിൽ കൂടി ബോട്ട് പോകുന്നു, അല്ലെങ്കിൽ മോഷൻ ഓഫ് ക്യാരം കോയിൻ, ഇതൊക്കെ 2 ഡയമെൻഷണൽ മോഷനാണ്. ഇനി 3 ഡയമെൻഷണൽ മോഷനാണ് മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, അല്ലെങ്കിൽ എയറോപ്ലെയിനിന്റെ ചലനം, അല്ലെ ബട്ടർഫ്ലൈസിന്റെ ചലനം, ഇതൊക്കെ എന്ന് പറയുന്ന 3 ഡയമെൻഷണൽ മോഷൻ ആയിരിക്കും. പിന്നെ ചലനവുമായി ബന്ധപ്പെട്ട ചില ടെക്നിക്കൽ ടേമുകളാണ് നമ്മൾ അടുത്ത് നോക്കിയത്. അതാണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓടിച്ചു പറയാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പാത്ത് എന്താണ്? ഒരു വസ്തു സഞ്ചരിക്കുന്ന പാതയുടെ ആകെ നീളം, അതിനെ നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാലോ, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്ട്രൈറ്റ് ലൈൻ ജോയിനിങ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ദ ബോഡി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കുള്ള വസ്തുവിന്റെ സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാള് 3 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ബി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അയാൾ സി എന്ന് പറയുന്ന സ്ഥലത്തും എത്തി. എങ്കിൽ അയാൾ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? ഇത് രണ്ടും ആഡ് ചെയ്യണം. 3 + 4 = 7 കിലോമീറ്റർ ആണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ ഈ ലൈനിന്റെ നീളത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ AC ആണ്. റൈറ്റ് ട്രയാങ്കിൾ AC ഹൈപ്പോട്ടന്യൂസ് ആണ്. അതെന്ന് പറയുന്ന റൂട്ട് ഓഫ് ബേസ് സ്ക്വയർഡ് പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർഡ് അനുസരിച്ച് 3ന്റെ സ്ക്വയർഡ് പ്ലസ് 4ന്റെ സ്ക്വയർഡ് that is equal to root of 9 plus 16 is equal to root 25 is equal to 5. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ എന്നാണ്. ഇതാണ് ഡിസ്റ്റൻസും അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്താണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രൈറ്റ് ലൈൻ ജോയിനിങ് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ആ സ്ട്രൈറ്റ് ലൈനിന്റെ ലെന്ത് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ശരി, അടുത്ത നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. സർക്കുലർ ട്രാക്ക്. ഇങ്ങനെ ഒരു സർക്കുലർ ട്രാക്കിൽ കൂടി എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് ഒരാൾ എന്ത് ചെയ്ത് ഇങ്ങനെ സർക്കുലർ ട്രാക്കിൽ കൂടി ഇങ്ങനെ കറങ്ങി തിരിച്ച് അവിടെ തന്നെ വന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും? ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണെന്ന് സങ്കല്പിക്കുക. അപ്പൊ എങ്ങനെയായിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞ സർക്കുലർ പാതയുടെ നീളം, അതെന്ന് പറഞ്ഞ 2πr കണ്ട. എന്നാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനിഷ്യൽ പൊസിഷൻ എന്തുവാ? A. അദ്ദേഹം കറങ്ങി അവിടെ തന്നെ വന്നു. അപ്പോൾ ഇനിഷ്യൽ ഫൈനൽ പൊസിഷൻ രണ്ടും സെയിം ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഒരു ബോഡിയുടെ ഇനിഷ്യൽ ഫൈനൽ പൊസിഷൻ രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനിയും ഒരു സെമി സർക്കുലർ പാതയിലാണ് അദ്ദേഹം ഓടിയതെങ്കിൽ ഇങ്ങനെ
എ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു സെമി സർക്കുലർ പാതയിലാണ് അദ്ദേഹം ഓടിയതെങ്കിൽ ഇവിടെ എന്തായിരിക്കും അദ്ദേഹം സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ പകുതി, സർക്കിളിന്റെ പകുതി. സർക്കുലർ നീളം എന്താ? 2πr. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുന്നത് πr. ഓക്കെ, ആർ എന്ന് പറയുന്നതാണ് റേഡിയസ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എ മുതൽ ബി വരെയുള്ള നീളം. അപ്പൊ ഇത്രയും r ആണ്, ബാക്കി ഇങ്ങോട്ടും r. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് 2r എന്ന് പറഞ്ഞാൽ that is equal to diameter of the circular path. ഇതാണ് ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഇതേ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏത് കണ്ടീഷനിലാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയി വരുന്നത്? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയി വരുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. When a body moving along a straight line and never return to the initial position. ഒരു വസ്തു നേർരേഖാ പാതയിൽ കൂടി ഇങ്ങനെ പോകുന്നു, തിരിച്ചത് യഥാർത്ഥ പോയിന്റിലേക്ക് ആദ്യ സ്ഥാനത്തേക്ക് വരുന്നില്ല എങ്കിൽ അവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും തുല്യമായിരിക്കും. ഇതാണ്. അപ്പൊ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. അടുത്തതാണ് സ്പീഡ്. എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ it is the distance traveled by a body in unit time. ഒരു യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിക്കുന്ന ദൂരമാണ് അതിന്റെ സ്പീഡ് എന്ന് പറയും. സ്പീഡ് കാണാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. സ്പീഡ് കാണാൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, അടുത്തത് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. Velocity is the rate of displacement. That is, velocity is equal to displacement divided by time. സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് രണ്ടും സെയിം ആണ്. മീറ്റർ പെർ സെക്കൻഡ്, ഡയമെൻഷൻ L(t⁻⁻1). രണ്ടുപേരുടെയും ഡിസ്പ്ലേസ്മെന്റ്, രണ്ടുപേരുടെയും ഡയമെൻഷനും യൂണിറ്റും രണ്ടും സെയിം ആണ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഡയമെൻഷൻ L(t⁻⁻1). എന്ന സ്പീഡ് എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, എന്നാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അടുത്തത് ആക്സിലറേഷൻ. എന്താണ്? ഇതൊക്കെ നിങ്ങൾ ഉച്ച ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ആക്സിലറേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ആക്സിലറേഷന്റെ ഡയമെൻഷൻ L(t⁻²). പക്ഷെ നമുക്കിവിടെ പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു രണ്ട് കാര്യമാണ്. അതായത് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ്. അവസാന പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വാട്ട് ഈസ് ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ ബോഡി ടു ദ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് കാണാൻ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ displacement divided by total time. Okay, that is equal to displacement എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ എന്ന് പറഞ്ഞാൽ x2 മൈനസ് x1 ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് t2 മൈനസ് t1. that is equal to delta x divided by delta t. ഇതാണ് ആവറേജ് വെലോസിറ്റി. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ഇറ്റ്സ് മോഷൻ. ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അതിന്റെ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ അതിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയും. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് delta t tends to 0, delta x divided by delta t is equal to dx divided by dt. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയും. എന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ ബസ് ഓടുന്നു, അതിന്റെ സ്പീഡോമീറ്റർ ഒരു കുട്ടി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള സ്പീഡാണ് ആ സ്പീഡോമീറ്റർ സൂചിപ്പിക്കുന്ന ചോദിച്ചാൽ അതാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അതാത് സമയത്തെ സ്പീഡ് എന്ന് പറയും. ഇനിയും നമുക്കിതിനകത്തിൽ ചില ഗ്രാഫുകളാണ് ഓർത്തിരിക്കേണ്ടത്. അതിലാദ്യത്തേതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് obtained by taking time along the x-axis
ആൻഡ് പൊസിഷൻ along the y axis. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും ടൈം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ വേണം എടുക്കാൻ. അതുകൊണ്ട് എക്സ് ആക്സിസിനെ നമ്മൾ ടൈം ആക്സിസ് എന്ന് പറയും. ഇപ്പൊ പൊസിഷൻ ഡയഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ടൈം ഉണ്ട്. ആ ടൈം എക്സ് ആക്സിസിൽ എടുക്കുക, പൊസിഷൻ y ആക്സിസിലും എടുത്തുകൊണ്ട് വരയ്ക്കുന്ന ഗ്രാഫിനെ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയും. ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ അതിന്റെ പൊസിഷൻ ഡയഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലലായ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ പൊസിഷൻ ഡയഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതെന്തിനെ സൂചിപ്പിക്കും? റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ സൂചിപ്പിക്കും. ഇവിടെ സമയം മാറുന്നുണ്ട്, പക്ഷേ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അതാണ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി എന്ന് പറയും. അപ്പൊ റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ബോഡിയുടെ പൊസിഷൻ ഡയഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലലായ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്നാൽ ഒരു ബോഡി മൂവ് ചെയ്യുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ നമ്മൾ അതിന്റെ പൊസിഷൻ ഡയഗ്രാഫ് വരച്ചാൽ ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലേക്ക് ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം അത് യൂണിഫോം മോഷൻ അല്ലെ യൂണിഫോം വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ അത് സ്റ്റേഷനറി ഒബ്ജക്റ്റ്, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നതെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയെ സൂചിപ്പിക്കും. അതുപോലെ പൊസിഷൻ ഡയഗ്രാഫിന് വേറൊന്നുകൂടുണ്ട്. അത് ഇങ്ങനെ ഇവിടെ നമ്മൾ ടൈം എടുക്കുന്നു, പൊസിഷൻ എടുക്കുന്നു, എന്നിട്ട് ഗ്രാഫ് നമ്മൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് ആക്സിലറേറ്റഡ് മോഷനെ സൂചിപ്പിക്കും. അതുപോലെ പൊസിഷൻ ഡയഗ്രാഫ് ഇത് നേരെ തിരിച്ച് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് ഡീസിലറേറ്റ് അല്ലെങ്കിൽ റിട്രാഡേറ്റഡ് നെഗറ്റീവ് ആക്സിലറേഷനെ സൂചിപ്പിക്കും. ഇപ്പൊ ഇത് 4 ഓർത്ത് വെക്കുക. അടുത്തത് പൊസിഷൻ ഡയഗ്രാഫിന്റെ സ്ലോപ്പ്. ഇവിടെ നമ്മൾ പൊസിഷൻ എടുക്കുന്നു, ഇവിടെ നമ്മൾ ടൈം എടുക്കുന്നു, നമ്മൾ ഗ്രാഫ് വരച്ചു. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ്, ഇതിന്റെ സ്ലോപ്പ് കാണാൻ നമ്മളിങ്ങനെ വരച്ചാൽ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്ലോപ്പ് എന്ന് പറയും. സ്ലോപ്പ് കാണാൻ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ടാൻ തീറ്റ, ടാൻ തീറ്റ. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ് ടി, എക്സ് ബൈ ടി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. The slope of the position diagraph gives a velocity. പൊസിഷൻ ഡയഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? വെലോസിറ്റിയെ സൂചിപ്പിക്കുന്നു എന്ന കാര്യം മറക്കരുത്. അടുത്ത ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി നമ്മൾ പൊസിഷൻ ഡയഗ്രാഫ് വരച്ച പോലെ തന്നെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. എക്സ് ആക്സിസ് നമ്മൾ ടൈം എടുക്കണം, വൈ ആക്സിസ് നമ്മൾ വെലോസിറ്റി എടുക്കണം. എന്നിട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഗ്രാഫിനെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയും. ഒരു വസ്തു സഞ്ചരിക്കുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലലായ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇങ്ങനെ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? യൂണിഫോം ആയിരിക്കും. എന്നാൽ ഒരു വസ്തു സഞ്ചരിക്കുന്നത് യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലേക്ക് ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയും, വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലേക്ക് ചരിഞ്ഞിരിക്കുന്ന ഇൻക്ലൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷനെ സൂചിപ്പിക്കും. ഓക്കെ, ഇനി യൂണിഫോം വെലോസിറ്റി ഗ്രാഫിന്റെ ഏരിയ, നമ്മൾ ഇതിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചാൽ ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് അത് ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കും. വെലോസിറ്റി ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റിനെ സൂചിപ്പിക്കും. അതുപോലെ വെലോസിറ്റി ഗ്രാഫിന്റെ സ്ലോപ്പ്, ഇതിന്റെ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചാൽ, ഈ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ അത് ആക്സിലറേഷനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏരിയ under the velocity time graph gives the displacement and the slope of the velocity time graph gives
ആക്സിലറേഷൻ. ഇത് രണ്ടും ഓർത്തിരിക്കണം, മനസ്സിലാക്കി. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തത് നമുക്ക് ഇതിനകത്തിൽ പ്രധാനമായിട്ട് ഓർത്തിന്റെ കൈനമാറ്റിക് ഇക്വേഷൻ. ഒരു വസ്തുവിന്റെ ചലനത്തെ സംബന്ധിക്കുന്ന ചില സമവാക്യങ്ങൾ ഓർത്തിരിക്കണം. അതിൽ ആദ്യത്തെ ഒന്നാമത്തെ ഇക്വേഷൻ, അതിന് നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയും. വെലോസിറ്റി ടൈം റിലേഷൻ, അതാണ് Vt is equal to V0 plus At. ഇതാണ് വെലോസിറ്റി ടൈം റിലേഷൻ. രണ്ടാമത്തെ റിലേഷൻ ആണ് പൊസിഷൻ ടൈം റിലേഷൻ. പൊസിഷൻ ടൈം റിലേഷൻ, അതാണ് S is equal to V0t plus half At squared. മൂന്നാമത്തത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ, അതാണ് Vt squared is equal to V0 squared plus 2as. ഇതാണ് ചലനത്തെ സംബന്ധിക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെ കൈനമാറ്റിക് ഇക്വേഷൻ എന്ന് പറയും. ആദ്യത്തേത് Vt is equal to V0 plus At, അത് വെലോസിറ്റി ടൈം റിലേഷൻ എന്ന് പറയും. രണ്ടാമത്തേത് പൊസിഷൻ ടൈം റിലേഷൻ, അതാണ് S is equal to V0t plus half At squared. മൂന്നാമത്തേത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ, അതാണ് Vt squared is equal to V0 squared plus 2as. ഇതാണ് കൈനമാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയും. അതിൽ ഈ രണ്ടെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ കിട്ടിയെന്നതിന്റെ ഡെറിവേഷൻ ഉണ്ട്. അത് ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പൊസിഷൻ ടൈം റിലേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് S is equal to V0t plus half At squared. ഇതെങ്ങനെ കിട്ടി എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഈസ്, ഒരു വസ്തു യൂണിഫോം ആക്സിലറേഷൻ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എടുക്കണം. പിന്നെ ബോഡി മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ, displacement is equal to average velocity into time. ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ സാധാരണ S എന്ന് സൂചിപ്പിക്കും. S is equal to average velocity. ആവറേജ് വെലോസിറ്റി കാണാൻ രണ്ട് വെലോസിറ്റിയും കൂടെ കൂട്ടി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ട് വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി V0 പ്ലസ് ഫൈനൽ വെലോസിറ്റി Vt ഡിവൈഡഡ് ബൈ 2 ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈമിന് നമ്മൾ t എന്ന് കൊടുക്കണം. ശരിയല്ലേ? ഇനി നമ്മൾ ഇവിടെ Vtക്ക് പകരം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ V0 പ്ലസ് At എന്ന് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? S is equal to V0 പ്ലസ് ഈ Vt മാറ്റിയിട്ട് വീണ്ടും V0 പ്ലസ് At by 2 into t എന്ന് എടുക്കണം. That is S is equal to V0 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2V0 പ്ലസ് അടുത്തത് At by 2 into t എന്ന് കിട്ടും. ശരിയല്ലേ? വീണ്ടും S is equal to ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2V0 by 2 പ്ലസ് At by 2 into t എന്ന് എഴുതാം. ശരിയല്ലേ? ഈ 2ഉം ഈ 2ഉം കൂടെ കട്ട് ചെയ്യും. നമ്മൾ ഈ t കൊണ്ടകത്ത് ഗുണിക്കുക. അപ്പൊ നമുക്ക് S is equal to ഈ t കൊണ്ട് V0 മൾട്ടിപ്ലൈ ചെയ്താൽ V0t പ്ലസ് At കൊണ്ട് t മൾട്ടിപ്ലൈ ചെയ്താൽ At സ്ക്വയർഡ് ബൈ 2. S is equal to V0t plus At squared by 2. അത് തന്നെയാണ് S is equal to V0t plus half At squared. ഇതാണ് ഈ പൊസിഷൻ ടൈം റിലേഷൻ. നിങ്ങൾ എഴുതി പഠിക്കണം. അടുത്തത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ഏതായിരുന്നു? Vt squared is equal to V0 squared plus 2as. ഇതാണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. ഇത് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ is equal to change in velocity divided by time എന്ന് പറഞ്ഞാൽ Vt minus V0 divided by t. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ At is equal to Vt minus V0. At is equal to Vt minus V0 എന്ന് പറയും.
കണ്ടോ, ഇതിവിടെ കിടക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1. അടുത്ത മുമ്പേ നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. That is S is equal to ആവറേജ് വെലോസിറ്റി എങ്ങനെയുണ്ട്, രണ്ട് വെലോസിറ്റിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ vt പ്ലസ് v0/2 ഇൻറ്റു ടൈം എന്ന് പറഞ്ഞ t. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 2s is equal to vt പ്ലസ് v0 ഇൻറ്റു t. ഇതിൽ നിന്നും നമ്മൾ vt പ്ലസ് v0 കണ്ടു, അത് 2s ഡിവൈഡഡ് ബൈ t, ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ 1ഉം 2ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷനും ഒന്നാമത്തെ ഇക്വേഷനോട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ vt സ്ക്വയർഡ് മൈനസ് v0 സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2s ബൈ t ഇൻറ്റു at. ഇവിടുത്തെ ടിയും ടിയും കൂടെ കട്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് vt സ്ക്വയർഡ് മൈനസ് v0 സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 2as. അതിൽ നിന്നും vt സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ഇതിന് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ v0 സ്ക്വയർഡ് പ്ലസ് 2as. ഇതാണ് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ എന്ന് പറയും. ഇനി ഇത് ഗ്രാഫിക്കൽ മെത്തേഡ്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അങ്ങനെ ഗ്രാഫിക്കൽ മെത്തേഡായിട്ടും കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിച്ചു. അപ്പൊ നമ്മുടെ ഗ്രാഫിൽ നിന്ന്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഈ റിലേഷൻ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ, ഒരു ബോഡി യൂണിഫോം ആയിട്ടുള്ള ആക്സിലറേഷൻ സഞ്ചരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ വരച്ചു. ആ ഗ്രാഫിന് നമുക്കൊരു പേര് കൊടുക്കാം, അതാണ് AB എന്ന് പറയും. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ചില സാധനങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തണം. ഇവിടെ C, ഇവിടെ D എന്നെഴുതി. എന്നിട്ട് ഇവിടെ ടൈം, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി v0, ഇത്രയും വെലോസിറ്റി എന്ന് പറയുന്നത് vt എന്ന് നമ്മൾ എഴുതി. ഇവിടെ vt മൈനസ് v0 ഇത്രയും. എന്നിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത പൊസിഷൻ ടൈം റിലേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് പൊസിഷൻ ടൈം റിലേഷൻ ആണ്. പൊസിഷൻ ടൈം റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അതാണ് S is equal to v0t plus half at സ്ക്വയർഡ്. ഇത് ഡിറൈവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണണം. ഡിസ്പ്ലേസ്മെന്റ് കാണാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞേ, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ നമ്മൾ അതിന്റെ ഏരിയ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് S is equal to, ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ, ഇത്രയും ഭാഗം എന്ന് പറഞ്ഞ ഒരു ട്രപ്പീസ്യമാണ്. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രപ്പീസ്യം, ഏരിയ ഓഫ് ദ ട്രപ്പീസ്യം OABD, ഇത്രയും ഭാഗം, ഇതാണ് ഗ്രാഫിന്റെ മൊത്തം ഏരിയ എന്ന് പറയും. അത് ഒരു ട്രപ്പീസ്യത്തിന്റെ ഫോം ആണ്. അതിന്റെ പേരാണ് OABD. That is S is equal to, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഇക്വേഷൻ ആണ് ഹാഫ് h into a plus b. ഹാഫ് h into a plus b നിങ്ങൾ കണക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട്. That is S is equal to ഹാഫ് into, ഇവിടെ എയും ബിയും ഇതിന്റെ പാരലൽ ആയ സൈഡാണ്. ഈ സൈഡും ഈ സൈഡും കണ്ടല്ലോ. അപ്പൊ അത് h എന്ന് പറയുന്ന ഈ ദൂരമാണ് h. എയും ബിയും പാരലലായ സൈഡാണ്. ഇവിടെ OA, മറ്റേത് DB. h എന്ന് പറഞ്ഞ ഈ ദൂരമാണ് OD. അപ്പം h-ന് പകരം നമുക്ക് OD ഇൻറ്റു A എന്ന് പറയുന്ന ആദ്യത്തെ സൈഡാണ് OA പ്ലസ് B എന്ന് പറയുന്ന രണ്ടാമത്തെ സൈഡാണ് DB. ശരിയല്ലേ? That is S is equal to half into OD എന്ന് പറയുന്ന നമ്മൾ വാല്യൂ കൊടുത്തു T ഇൻറ്റു OA എന്ന് പറയുന്ന ഈ ദൂരം, അത് v0 പ്ലസ് DB എന്ന് പറയുന്ന ആ ദൂരം, അതെന്ന് പറയുന്നതാണ് VT. അപ്പൊ ഹാഫ് T ഇൻറ്റു v0 പ്ലസ് VT എന്ന് എഴുതി. ശരിയല്ലേ? That is S is equal to half into T into ഇവിടെ v0 പ്ലസ് ഈ VT-ക്ക് പകരം നമ്മൾ v0 പ്ലസ് AT എന്ന് കൊടുക്കണം. വീണ്ടും S is equal to half into
ടി ഇൻറ്റു ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2v0 പ്ലസ് AT എന്ന് കിട്ടും. 2v0 പ്ലസ് AT. ഇനി നമ്മൾ ഈ ഹാഫ് ടി കൊണ്ട് അകത്ത് ഗുണിക്കാൻ പോവാം. അപ്പൊ നമുക്ക് S is equal to ഹാഫ് ടി ഇൻറ്റു ആദ്യം 2v0 പ്ലസ് അടുത്തത് ഹാഫ് ടി ഇൻറ്റു AT എന്ന് കൊടുത്തു. ഇവിടുത്തെ 2 ഉം കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് S is equal to മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ v0t പ്ലസ് ഹാഫ് AT സ്ക്വയർഡ്. ഇതാണ് നമുക്ക് ഗ്രാഫിൽ നിന്നും പൊസിഷൻ ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യുന്ന രീതി. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പൊ നമ്മൾ പൊസിഷൻ ടൈം റിലേഷൻ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അത് പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ഗ്രാഫിൽ നിന്ന് കാണാൻ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ അതെന്ന് പറയുന്നതാണ് vt squared is equal to v0 squared plus 2as. ഇത് നമുക്ക് ഗ്രാഫിൽ നിന്ന്, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് മുമ്പേ കണ്ടതുപോലെ കാണണം. അതിനുവേണ്ടി നമ്മൾ മുമ്പേ കണ്ടതുപോലെ ആദ്യം നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഇല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിച്ച ഡിസ്പ്ലേസ്മെന്റ് നമ്മളിപ്പോ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് S കാണാൻ വേണ്ടി ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആ ട്രപ്പീസിയത്തിന്റെ ഏരിയ അതെന്ന് പറയുന്നത് ഹാഫ് h ഇൻറ്റു a മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ that is S is equal to half into ഇവിടെ h എന്ന് പറയുന്നത് OD ഇൻറ്റു എയും ബിയും പാരലലായ സൈഡാണ്. അത് ഏതൊക്കെയാ? ഒന്നാമത്തത് OA പ്ലസ് രണ്ടാമത്തത് DB. OA പ്ലസ് DB. ഓക്കെ, അതവിടെ കിടക്കട്ടെ. അടുത്തത് നമുക്ക് ഇതിനകത്ത് ഇന്ന് ആക്സിലറേഷൻ കാണണം. ആക്സിലറേഷൻ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ കാണാൻ നമുക്ക് അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് ഏരിയ എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ ആണ്. That is A is equal to ഇവിടെ സ്ലോപ്പ് കാണാൻ നമുക്ക് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ കണ്ടോ ACB. അതിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് CB ഡിവൈഡഡ് ബൈ AC. CB ഡിവൈഡഡ് ബൈ AC. That is equal to CB divided by AC. ഈ സൈഡാണ് AC. ആ AC എന്ന് പറയുന്ന സൈഡ് ആർക്ക് തുല്യമാണ്? OD ക്ക് തുല്യമാണ്. നമുക്ക് അതുകൊണ്ട് അവിടെ OD എന്ന് എഴുതാം. OD കണ്ടോ, CB divided by OD. That is equal to ഇനി CB നോക്കി, ഇതാണ് CB. ഇത്രയും ദൂരം. ഈ CB എന്ന് പറയുന്ന ദൂരം കാണാൻ മുഴുവൻ ദൂരമായ DB-യിൽ നിന്ന് ഇത്രയും ദൂരം കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? CB കണ്ടോ, ഈ CB എന്ന് പറഞ്ഞ ഈ ദൂരം കാണാൻ മുഴുവൻ ദൂരം എന്താണ്? മുഴുവൻ ദൂരം എന്ന് പറഞ്ഞാൽ DB മൈനസ് ഇത്രയും ദൂരം എന്ന് പറയുന്നത് DC ഡിവൈഡഡ് ബൈ OD. കണ്ടോ, OD. ഇതിൽ നമുക്ക് OD കാണാം. Therefore OD is equal to കാണാൻ DB മൈനസ് DC ഡിവൈഡഡ് ബൈ A എന്ന് കിട്ടും. അത് A is equal to DB minus DC by OD. അതിൽ നിന്ന് OD കാണുമ്പോൾ DB minus DC divided by A. ഈ വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കണം. ഈ OD ക്ക് വാല്യൂ നമ്മൾ ഇവിടെ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? S is equal to half into OD ക്ക് വാല്യൂ ഇത് കൊടുക്കുക. then ഈ OD ക്ക് വാല്യൂ നമ്മൾ ഈ വാല്യൂ കൊടുക്കണം. അതെന്താണ്? DB minus DC by A എന്ന് കൊടുത്തിട്ട് പിന്നെ ഇൻറ്റു ഇവിടുത്തെ OA പ്ലസ് DB. OA പ്ലസ് DB കണ്ടോ. ഇനി ഇവിടെ ഈ OA എന്ന് പറഞ്ഞാൽ ഇവിടെ OA പിന്നെ ഇത്രയാണ് OA. ആ OA ആർക്ക് തുല്യമാണ്? ഈ DC ക്ക് തുല്യമാണ്. അപ്പൊ നമുക്ക് വീണ്ടും എഴുതാം S is equal to half into ഇത് അതുപോലെ DB മൈനസ് DC divided by A into ഈ OA എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? DC ക്ക് തുല്യം. അപ്പോൾ ഈ OA മാറ്റിയിട്ട് DC പ്ലസ് DB എന്ന് എഴുതുന്നു. DC പ്ലസ് DB കണ്ടോ. ഇനി നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ S is equal to half into ഇതുപോലെ DB മൈനസ് DC by A എന്ന് എഴുതിയിട്ട് ഇവിടെ DC പ്ലസ് DB അത് തന്നെയാണ് DB പ്ലസ് DC. അപ്പൊ നമ്മൾ ഇവിടെ DB പ്ലസ് DC എന്ന് എഴുതി
കണ്ടോ, that is s is equal to half into ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ, ഈ ഡി ബി മൈനസ് ഡി സി ഡി ബി പ്ലസ് ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ള ഫോർമുല. അപ്പൊ അത് എഴുതുമ്പോൾ നമുക്ക് ഡി ബി സ്ക്വയർഡ് മൈനസ് ഡി സി സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ന് കിട്ടും. വീണ്ടും എസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി ബി. ഡി ബി എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താണ്? വി ടി. അപ്പൊ വി ടി സ്ക്വയർഡ് മൈനസ് ഡി സി, ഇത്രയും ദൂരമാണ് ഡി സി, അത് വി സീറോ സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ എന്ന് കിട്ടും. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2as is equal to vt സ്ക്വയർഡ് മൈനസ് v സീറോ സ്ക്വയർഡ്. നമ്മൾ ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. 2as പ്ലസ് v സീറോ സ്ക്വയർഡ് is equal to vt സ്ക്വയർഡ് എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. vt സ്ക്വയർഡ് is equal to v സീറോ സ്ക്വയർഡ് പ്ലസ് 2as. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ ആ പറഞ്ഞ ആ രണ്ട് റിലേഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് രണ്ട് രീതിയിൽ ചോദിക്കാം. സാധാരണ രീതിയിലും മുമ്പ് നമ്മൾ പറഞ്ഞ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാനും വേണ്ടി ചോദിക്കും. കഴിഞ്ഞ വർഷം ഈ തൊട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾ എഴുതിയ പരീക്ഷയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എഴുതി പഠിക്കുക. ഫിസിക്സ് എപ്പോഴും നിങ്ങൾ എഴുതി മാത്രമേ പഠിക്കാവൂ. കാണാതെ പഠിച്ചാൽ പെട്ടെന്ന് മറന്നുപോകും. ഇനി നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് രണ്ട് വസ്തുക്കളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വസ്തുക്കളുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിൽ എ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി, ബി മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി എങ്കിൽ ചോദ്യം അവരുടെ ആക്സിലറേഷൻ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ആക്സിലറേഷനുകൾ തമ്മിലുള്ള റേഷ്യോ കാണണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെ ആക്സിലറേഷൻ കാണുന്നത്, അതിന്റെ സ്ലോപ്പ് കണ്ടാൽ മതി. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ടാൻ ആണ് റേഷ്യോ, ഇല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എയുടെ ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ ഓഫ് എ, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എ ഇട്ടിട്ട് താഴെ എ എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഓഫ് ദ ബോഡി എ, that is equal to അതെന്ന് പറയുന്നത് ടാൻ തീറ്റ, that is equal to ടാൻ, ഇവിടെ തീറ്റ എത്രയാണ് ഡിഗ്രി? 30 ഡിഗ്രി. ടാൻ 30, ടാൻ 30 എന്ന് പറയുന്നത് that is ടാൻ 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√3 എന്നാണ്. 1/√3. അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ആക്സിലറേഷൻ ഓഫ് ബി, that is equal to അതും ടാൻ തീറ്റ, that is equal to ടാൻ, ഇവിടെ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി, that is equal to √3. എങ്കിൽ റേഷ്യോ ആക്സിലറേഷൻ ഓഫ് എ ബൈ acceleration of b, that is equal to 1/√3 divided by √3, that is equal to 1/3. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതുമ്പോൾ എന്ത് കിട്ടി? 1:3. അപ്പോൾ ആക്സിലറേഷൻ തമ്മിലുള്ള റേഷ്യോ 1:3. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ട്, അതുകൂടെ ശ്രദ്ധിക്കണം. അടുത്ത സാധാരണ പരീക്ഷയ്ക്ക് വരാറുള്ളതാണ് സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാൻ. എ ബോൾ ത്രോൺ അപ്വേർഡും അതുപോലെ എ ബോൾ ഡ്രോപ്പ്ഡ് ഫ്രം എ ഹൈറ്റും. ഒരു പന്ത് നമ്മൾ മേലോട്ട് എറിയുന്നു, അതുപോലെ ഒരു പന്ത് മേളിൽ നിന്ന് താഴോട്ടിടും. അതിന്റെ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ നമുക്ക് ആദ്യം പന്ത് മുകളിലോട്ട് എറിയുന്നു, അപ്പൊ അതിന്റെ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ നമുക്ക് സ്പീഡ് എടുക്കണം, ഇവിടെ നമ്മൾ ടൈം എടുക്കണം. അപ്പൊ ഒരു പന്ത് നമ്മൾ മേലോട്ട് എറിയും. മുകളിലേക്ക് എറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മേലോട്ടുമൊരു വേഗത കുറഞ്ഞു 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 വരും. എന്നിട്ട് മാക്സിമത്തിൽ ചെല്ലുമ്പോൾ വേഗത 0. അതിനുശേഷം പിന്നെ അത് താഴോട്ട് വരുന്നു, അപ്പൊ വേഗത കൂടും. അപ്പൊ നമ്മൾ മേലോട്ട് എറിയുകയാണ്, അപ്പൊ എന്ത് ചെയ്യും? വേഗത കുറഞ്ഞു 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 വന്ന് 0. ഓക്കെ, ഇനി എന്ത് ചെയ്യും? മേളിൽ ചെല്ലുമ്പോൾ വെലോസിറ്റി അല്ലെ സ്പീഡ് 0. അതിനുശേഷം പിന്നെ അത് താഴോട്ട് വരും. താഴോട്ടുമ്പോൾ എന്താ? സ്പീഡ് കൂടി കൂടി വരുന്നു. ഇതാണ് അതിന്റെ ഗ്രാഫ്. കണ്ടല്ലോ, ഇതാണ് അതിന്റെ മേലോട്ട് പോകുന്ന വസ്തുവിന്റെ ഗ്രാഫ്. ഇനി തിരിച്ച് അത് എന്ത് ചെയ്യും? നമ്മൾ മേളിൽ നിന്ന് ഒരു വസ്തുവിനെ താഴോട്ടിടും. മേളിൽ നിന്ന് ഒരു വസ്തു നമ്മൾ താഴോട്ടിടും. അതിന്റെ സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാം. ഇവിടെ സ്പീഡ്, ഇവിടെ നമ്മൾ ടൈം എടുത്തു. മുകളിൽ നിന്ന് ഒരു വസ്തുവിനെ നമ്മൾ താഴോട്ടിടും. അപ്പൊ എന്താ സംഭവിക്കും? സ്പീഡ് കൂടി 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 വരും, അല്ലേ? സ്പീഡ് കൂടി കൂടി വരും. അപ്പൊ സ്പീഡ് കൂടി 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 വന്ന് കണ്ടോ, സ്പീഡ് ഇങ്ങനെ കൂടി 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 വരും, താഴോട്ടിടും. എന്നിട്ട് താഴെ വന്ന് ഇടിച്ചിട്ട് വീണ്ടും അത് മേലോട്ട്, പന്ത് മേലോട്ട് തെറിക്കും. അപ്പം സ്പീഡ് എന്ത് ചെയ്യും? കുറഞ്ഞു 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 വരും. കണ്ടോ, ഇതാണ് അതിന്റെ രണ്ട് ഗ്രാഫ്. ഈ രണ്ട് ഗ്രാഫും പ്രധാനമായിട്ട് ഓർത്തിരിക്കുക. ാണ് നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് ആവറേജ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി,
അതുപോലെ തന്നെ കൈനമാറ്റിക് ഇക്വേഷൻ, അത് 2 രീതിയിൽ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കും. ഗ്രാഫിക്കൽ മെത്തേഡും അങ്ങനെ ചോദിക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്രകാരമുള്ള പ്രോബ്ലങ്ങൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ച് അത് എഴുതി വേണം പഠിക്കാൻ. അങ്ങനെ എഴുതി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് അത് ഓർമ്മ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ മറന്നു. അങ്ങനെ ഓരോ ചാപ്റ്ററിലെ സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. നിങ്ങൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യുക. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഗ്രേഡ് ഉറപ്പാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.